നിയമസഭ പാസാക്കിയ ബില്ലുകൾ വച്ച് താമസിപ്പിക്കുന്നുവെന്നാരോപിച്ച് ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്ന ഇടതുമുന്നണി സർക്കാർ വളയമില്ലാതെ ചാടുകയാണ്. ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്ന രാഷ്ട്രപതിയുടെ നടപടി ഏകപക്ഷീയവും ഭരണഘടനയുടെ വിവിധ വകുപ്പുകളുടെ ലംഘനവുമാണെന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. എന്നു മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ ഉപദേശം അനുസരിച്ചാണത്രേ രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കുന്ന ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ, വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ, ക്ഷീര നവീകരണ ബിൽ എന്നിവയ്ക്ക് അനുമതി വൈകിപ്പിക്കുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി. ഗവർണർ അയച്ച ബില്ലുകളിൽ ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അനുമതി നൽകിയിരുന്നു. കാരണം കാണിക്കാതെ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുമൊക്കെയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ആക്ഷേപം. ഗവർണറുടെ നടപടി റദ്ദാക്കി ബില്ലുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിടണമെന്നതാണ് ആവശ്യം. CPM നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നടപടികളെ ചോദ്യം ചെയ്യുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരായി മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടാളികളും നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണത്തിന്റെയും അക്രമാസക്ത സമരത്തിന്റെയും തുടർച്ചയാണ് രാഷ്ട്രപതിക്കെതിരായ ഈ പരാതി. ഭാരത റിപ്പബ്ലിക്കിന്റെ പരമാധികാരിയാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അതിന് മുതിരുന്നവർ റിപ്പബ്ലിക്കിന്റെ സംവിധാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുമാണ്. അത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കനുസരിച്ച് മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒന്നുമല്ല. ജനാധിപത്യവും നിയമവാഴ്ചയും ഒന്നും നിലവില്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഭരണ സംവിധാനം ഒന്നടങ്കം അവിടുത്തെ ഏകാധിപതികളുടെ താളത്തിന് തുള്ളുന്നുണ്ടാവാം. കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ഉത്തര കൊറിയയിലും ഒക്കെ ഇതാണ് സംഭവിക്കുന്നത്. ഇതിൽ ആവേശം കൊള്ളുന്നവർക്ക് അവിടുത്തെ പോലെ ഇവിടെയും സംഭവിക്കണമെന്നും ആഗ്രഹവും ഉണ്ടാവാം. അടവ് നയമെന്ന നിലയ്ക്ക് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമാകുമ്പോഴും ഭാരതത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM. CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ നയവും ഇതുതന്നെയാണ്.